ഓം ശാന്തി. ലൈഫിൽ എത്ര തന്നെ പരിശ്രമിച്ചിട്ടും തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എങ്കിൽ ഒന്ന് നിർത്തിയിട്ട് തിരിച്ചു നോക്കി നമ്മളിൽ എന്താണ് മാറ്റം വരേണ്ടത് എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമായിരിക്കണം. പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, ഞാൻ എല്ലാവർക്കും വേണ്ടി നല്ലത് മാത്രമേ ചെയ്യാറുള്ളൂ, എന്നിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് കഷ്ടം മാത്രം വരുന്നത് എന്ന്. എല്ലാവർക്കും നല്ലത് ചെയ്തിട്ട് എനിക്കെന്താ കാര്യം, എനിക്കിന്നതേ വരൂ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു കാര്യം നിങ്ങൾക്കറിയോ, വേറെ ആരും നിങ്ങൾ ഉപദ്രവിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ നിങ്ങളെ സ്വയം ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഉപദ്രവിക്കുന്നത്? നമ്മളെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കൂ, ഞാനിതൊക്കെയാണ്, എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്വയം അവനവനെ ശപിക്കുകയാണ് ചെയ്യുന്നത്, അവനവനെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് ഉപദ്രവം, ശാപം എന്നൊക്കെ പറയുന്നത്? ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെയാണെങ്കിൽ വേറൊരു വിഭാഗം ആളുകൾ എത്രയോ പേരെ കാണാം, എപ്പോഴും ചിരിച്ചും കളിച്ചും സന്തോഷിച്ചും നടക്കും. എല്ലാവരുടെ ഇടയിലും ചിലർ പറയാറുണ്ട് പൂമ്പാറ്റയെപ്പോലെ പാറി നടക്കുകയാണ്. ഇൻഡിവിജ്വലി സംസാരിക്കുമ്പോൾ പറയും, എല്ലാവരും കാണുമ്പോൾ എൻ്റെ ലൈഫ് ഭയങ്കര ഹാപ്പിയാണ്, പക്ഷേ എനിക്ക് ഇന്നതായിട്ടുള്ള വിഷമങ്ങൾ ഒത്തിരിയുണ്ട്, ഞാൻ ആരെയും കാണിക്കാറില്ല. ഞാൻ ചിലപ്പോൾ ബാത്റൂമിൽ പോയി നിന്നിട്ട് കരയും, അല്ലെങ്കിൽ ആരും കാണാതെ ഏതെങ്കിലും സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ ഇരുന്ന് ഞാൻ കരഞ്ഞു തീർക്കും, പക്ഷേ എന്നാലും ഞാൻ എൻ്റെ വിഷമമൊന്നും ആരെയും കാണിക്കാറില്ല.